കൊല്ലത്തും ബീച്ച് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷന് ആരംഭം. 1 ലക്ഷം കോടി രൂപയുടെ വരുമാനം നേടുന്ന നവ ടൂറിസത്തിന് കൊല്ലം ഗോൾഡൻ ബീച്ചും സജ്ജം. ചെറിയ സദസ്സ്, കണ്ണഞ്ചിപ്പിക്കുന്ന ഭംഗി, താളവും മേളവും വേദിക്കകത്തും പുറത്തും ആസ്വാദകർ തിങ്ങി നിറഞ്ഞു. അവർ എല്ലാം മറന്ന് ആഘോഷിച്ചു. അറേബ്യൻ കടലിൽ നിന്ന് നല്ല കുളിർക്കാറ്റും ഒപ്പം വിവിധ ഭക്ഷണം ഒരുക്കുന്നതിന്റെ നറുമണവും പരന്നു. വധുവരന്മാരെ ബന്ധുക്കൾ മധുരം വെപ്പ് ചടങ്ങിന് അങ്ങനെ വരവേറ്റു. ഇതാദ്യമായി കൊല്ലത്ത് നടക്കുന്ന ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പൂർണ്ണ വിജയമെന്ന് ബീച്ച് ഹോട്ടൽ ഉടമ ശ്രീകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഒക്ടോബർ മാസം തുടങ്ങുന്ന വെഡ്ഡിംഗ് ഏതാണ്ട് മാർച്ച് മാസം വരെ നീണ്ടു നിൽക്കും. ഈ സമയത്ത് വളരെ വലിയ തോതിലുള്ള വെഡ്ഡിങ്സുകളാണ് നോർത്ത് ഇന്ത്യൻസ് കേരളത്തിലോട്ട് വരാനായിട്ട് കേരള ഗവൺമെൻറ് ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് അതനുസരിച്ചുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൊല്ലത്ത് കടലും കായലും വേണ്ടത്ര ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഡെസ്റ്റിനേഷൻ ടൂറിസത്തിന് ഉപയോഗിക്കുന്നില്ലെന്ന് സംരംഭകനായ സനീസിന്റെ പരാതി. കൊല്ലം ബീച്ച് സെലക്ട് ചെയ്യാൻ ഞങ്ങൾ ആക്ച്വലി കേരളത്തിലെ വർക്കല മുതൽ ആലപ്പുഴ കോഴിക്കോടൊക്കെ ചെയ്തിട്ടുണ്ട്. കൊല്ലം ബീച്ചിൽ ആക്ച്വലി ഫസ്റ്റ് ഒരു ഇതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ സാൻഡ് എന്ന് പറയുന്ന ഈ ഒരു രീതിയിൽ ഇത്രയും തീരവും ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൊരു സംഭവമാണ് ഇവിടെ ഉള്ളത്. ആൾക്കാരെ എന്തുകൊണ്ടാണ് ഞങ്ങളതിനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു സ്ഥലത്തേക്ക് എത്തിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ അടുത്ത് റൂംസ് ഉള്ള ഇത്തരം QBH പോലുള്ള ഹോട്ടലുകളും ഉണ്ട്. ബീച്ചിൽ എത്തിയവർക്കും വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ നവ്യാനുഭവമായി. ഞാനിത് ആദ്യമായിട്ട് കൊല്ലത്ത് ഇതാദ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ആംബിയൻസും കാര്യങ്ങളും നല്ല നമുക്ക് ഒരു പുതുമ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾക്കും ഒരു ആഗ്രഹം കാണത്തില്ലയോ, അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഒരു പാർട്ടി വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഒരിതേ ഉള്ളൂ. കൊട്ടാരക്കര ആയൂർ സ്വദേശികളും അമേരിക്കൻ മലയാളികളുമായ ഷീന ബിന്നി വധുവരന്മാരുടെ മധുരം വെപ്പ് ചടങ്ങ് അങ്ങനെ കടലമ്മയുടെ സാക്ഷ്യത്തിൽ നടന്നു. കാലാവസ്ഥയും അനുകൂലം. സാക്ഷ്യം വഹിച്ച് പൂർണ്ണതയിലെത്താത്ത ചന്ദ്രൻ. ബീച്ച് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ കോടാനുകൂടി കൊയ്യുമ്പോൾ കേരളവും വിനോദസഞ്ചാര മേഖലയിൽ വിദേശി സ്വദേശി നാണയം തേടുകയാണ്. കൊല്ലം ബീച്ചിന്റെ വികസനത്തിന് 10 കോടിയുടെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. അതായത് കണ്ടോ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ കൊല്ലം ബീച്ച്, ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്ന കൊല്ലത്ത് വന്നപ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞു. ഇതൊരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ടൂറിസം, അങ്ങനെ പല രീതിയിലാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ഇതൊക്കെ സമൂഹത്തെ പരിചയപ്പെടുന്ന ഒരു പുതിയ ഇൻഡസ്ട്രി കൂടിയാണ്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.